മിക്ക ആളുകളും ചോദിക്കുന്ന സംശയങ്ങളിലൊന്നാണ് ഒരു നില വീടാണോ രണ്ട് നില വീടാണോ ലാഭം എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന്, നമ്മുടെ സ്ഥലത്തിന്റെ വിലയാണ്. അതായത് നല്ല വിലയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വീട് പണിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു നില വീടായിട്ട് പണിതിട്ട് ആ ഏരിയ മുഴുവൻ കൺസ്യൂം ചെയ്തിട്ട് അർത്ഥമില്ല. അപ്പൊ അങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്ക് രണ്ട് നില വീട് പോകുന്നതായിരിക്കും ലാഭം. പിന്നെ തന്നെയല്ല, നമുക്ക് സ്ഥലത്തിന്റെ അവൈലബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിലും രണ്ട് നില അതാ മറ്റൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ സൗകര്യത്തെ പറ്റി പരിഗണിക്കുമ്പോൾ എപ്പോഴും ഒറ്റനില വീടുകളായിരിക്കും നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് എളുപ്പം. കാരണം രണ്ടാം നിലയിലേക്ക് കയറി പോവുക, അത് ക്ലീൻ ചെയ്യുക, ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ നിലയിലേക്കുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഈ വീട് പണിയുന്ന സമയത്ത് ഓരോ മെറ്റീരിയലും രണ്ടാം നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ പോകുന്ന ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. തന്നെയല്ല, ഇതിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്ക് നിലയിടുന്നതും സ്കഫോൾഡിംഗ് സെറ്റിൻ്റെതായ ആവശ്യങ്ങൾ പെയിന്റിങ്ങിന്റെ സമയത്തൊക്കെ വരും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ലേബർ കോസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വർധനവിന് ഇടയാക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റെയർ കേസും അതുപോലെ തന്നെ കോമൺ സ്പേസും. അതായത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർ കേസ് എത്തിക്കാനായിട്ട് ഈ സ്റ്റെയർ കേസും അതുപോലെ ഇത് ചെന്ന് കയറുന്ന ഒരു ലാൻഡിംഗ് സ്പേസും എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റുള്ള ഏരിയ നമുക്ക് അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ഷൻ വരും. അതേസമയം ഒരു ഒറ്റനില വീടാണെന്നുണ്ടെങ്കിൽ ഈ 300 സ്ക്വയർ ഫീറ്റ് നമുക്ക് ലാഭിക്കാനായിട്ട് വരും. അപ്പം സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഒരിക്കലും രണ്ട് നില വീട് ഒറ്റനില വീടുകളെ അപേക്ഷിച്ച് ലാഭകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.